വാട്സപ്പ് യാ ഗൈസ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെ കുറച്ച് ടിപ്സ്, ട്രിക്സ് ആൻഡ് ഹാക്സ്, ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ടിപ്സ്, ട്രിക്സ് ഒക്കെ നേരത്തെ അറിയാതിരിക്കാം, ഒരുപക്ഷെ അറിയാത്തവരുണ്ടായിരിക്കാം. എങ്കിലും വീഡിയോയുടെ അവസാനം വരെ കാണുക. കാരണം ലാസ്റ്റ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ടിപ്പ് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അത് മിസ് ചെയ്യലാരും. അപ്പം വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെല്ലിലേക്ക് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ വാട്സപ്പിലെ കുറച്ച് ടിപ്സ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും റൈറ്റ് ടോപ്പിലായിട്ട് നിങ്ങൾക്ക് പെൻസിലിൻ്റെ സിമ്പിളില്ല, അത് സെലക്ട് ചെയ്തിട്ട് സാധാരണ നമ്മൾ അത് എന്താണ് യൂസ് ചെയ്യും, ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഡ്രോ ചെയ്യാൻ വേണ്ടി. പക്ഷേ നമുക്ക് ഇതിൻ്റെ തിക്നെസ് കൂട്ടാനും കുറയ്ക്കാൻ സാധിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആർക്കും തന്നെ അറിയത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത് ഈ കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ കൂടുതലും കുറയ്ക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഈ കളർ സെലക്ട് ചെയ്തിട്ട് കളർ സെലക്ട് ചെയ്യുന്ന അവിടുന്ന് ആ പോയിന്റിൽ നിന്ന് നിങ്ങൾ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുക. ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുക. ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പ് റൈറ്റ് കാണാൻ സാധിക്കും. ലൈനിൻ്റെ തിക്നെസ് കൂടുതലും കുറയുന്നത് കാണാൻ സാധിക്കും. ഇനി ഞാൻ കൂട്ടിയിട്ടൊന്ന് ജസ്റ്റ് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, തിക്നെസ് കൂടി കണ്ടില്ലേ? ഇനി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കളർ സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി. കണ്ടോ, കുറഞ്ഞുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൂളായിട്ട് നല്ല സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ ഇടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ലൈനിൻ്റെ തിക്നെസ് കുറയ്ക്കുന്നത്. ഇനിയിപ്പം അടുത്ത ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഓരോ സ്റ്റാറ്റസ് ഇടുമ്പം ഫോണ്ട് മാറ്റാൻ സാധിക്കും. സാധാരണ നമ്മൾ ഇവിടെയാണ് ഫോണ്ട് മാറ്റുക. അതായത് ഒരു സാധാരണ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ചോ അങ്ങനെയൊക്കെയാണ് ഫോണ്ട് മാറ്റുന്നത്. ഇനി വാട്സപ്പിൽ തന്നെ കുറച്ച് ഫോണുണ്ട്, അത് ഞാൻ കാണിച്ചു എങ്ങനെയാണ്. അത് ഇവിടെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് ടൈപ്പ് ചെയ്തു. കണ്ടോ, അപ്പം ഇങ്ങനെയാണ് ഫോൺ കിടക്കുന്നത്. ഇപ്പം ഇനി ഞാൻ കളർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഫോണ്ട് മാറുന്നുണ്ടോ? ഇഷ്ടമുള്ള ഫോണ്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് വാട്സപ്പിൽ ഫോണ്ട് മാറ്റുന്നത്. നൈസല്ലേ? ഇത് ഞാൻ ഇന്നലെയാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഇതിന് മുമ്പ് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. ഉണ്ടോ? അപ്പം ഇങ്ങനെയാണ് വാട്സപ്പിൽ ഫോണ്ട് മാറ്റുന്നത്. ഇനി ഞാൻ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ജസ്റ്റ് താഴ്ത്തി കൊടുക്കാം. ഇതാണ് ആ വെബ്സൈറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് വാട്സപ്പിൻ്റെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറേ വാൾപേപ്പറൊക്കെ എടുത്തില്ലേ, അപ്പോൾ ഇതിന് കുറേ കുറേ വാൾപേപ്പറൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് കാണിക്കാം. ഇതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. യൂട്യൂബിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇത് ജസ്റ്റ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വാൾപേപ്പറായിട്ട് നമുക്ക് ഇടാവുന്നതാണ്. കണ്ടോ, നൈസല്ലേ? അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കാം. നിങ്ങൾ കയറി ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടം മടിയെന്ന് വെച്ചാൽ കുറേ വാൾപേപ്പർ ഉണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ വാൾപേപ്പർ ആക്കാവുന്നതാണ്. നൈസ് വെച്ചാൽ നൈസാണ്. ഇനി നമുക്കടുത്ത് ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ നോക്കാം. വാട്സപ്പിലൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് കാണിച്ച് ഞാൻ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇൻസ്റ്റാഗ്രാം എടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്റ്റോറി സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം എനിക്ക് കാണിക്കാനുള്ളത്, നമ്മൾ ചില വീഡിയോസൊക്കെ കണ്ട് കാണുമെങ്കിൽ പെട്ടെന്ന് സൂം ഇൻ സൂം ഔട്ട് ചില സ്റ്റോറീസിലൊക്കെ കണ്ട് കാണും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങൾ നോക്കുക. അത് അതിന് വേണ്ടി നിങ്ങളിവിടെ നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സംഭവമില്ലേ, സ്നാപ്പ് ചെയ്യുന്ന സംഭവം, അത് ക്ലിക്ക് ചെയ്ത് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടോ, സൂം ഇൻ സൂം ഔട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് ചെയ്യുമ്പോഴത്തേന് സൂം ഇൻ ആവും, ഡൗൺ ചെയ്യുമ്പോഴത്തേന് സൂം ഔട്ടോ. കണ്ടോ, നൈസല്ലേ? കണ്ടോ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അടുത്തൊരു ടിപ്പ് നമ്മൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഈ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തും ടൈപ്പ് ചെയ്യുക. ഞാൻ ഇവിടെ യൂട്യൂബിൽ നിന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇത് ഫുള്ളായിട്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ കളറിൻ്റെ ഓപ്ഷൻ കണ്ടില്ലേ, അവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കളർ ബാർ കാണാൻ സാധിക്കും. ഇങ്ങനെ കളർ ബാർ കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്
ഇവിടെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് കൈ നമ്മളിവിടെ കൊണ്ടുവെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ കളർ മാറുന്നുണ്ടോ? എന്ത് പെട്ടെന്ന് കളർ മാറുന്നത്? കാരണം നമുക്ക് നൈസായിട്ട് കൂളായിട്ട് കളറെല്ലാം മാറ്റാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഫോണിൻ്റെ കളർ നൈസായിട്ട് മാറ്റുന്നത്. ഒരു പക്ഷേ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടിപ്പ് ഞാൻ നോക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് എന്നിട്ട് ഏതൊരു ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ഈ ഇമേജ് സെലക്ട് ചെയ്തിട്ട് മണ്ടേ കണ്ടില്ലേ? മണ്ടേ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോണിൻ്റെ ഇത് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ആ ഇമോജിയുടെ സൈസ് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഷേപ്പ് മാറുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൂൾ ട്രിക്കാണ്. പിന്നെ ഇവിടെ നിയോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ജസ്റ്റ് ഒന്ന് ഷൈൻ ചെയ്ത് നിൽക്കണം. കറക്റ്റ് കണ്ടോ? ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, സൂം ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ തന്നെ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. വീഡിയോ കറക്റ്റ് ക്ലിയർ ആണോ എന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഷൈൻ ചെയ്തിടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കൂളായിട്ട് കുറേ ഫോണ്ട് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് കണ്ടോ അതിൻ്റെ സൈസൊക്കെ മാറുന്നുണ്ടല്ലേ? കണ്ടോ? അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പല കുറേ റോം ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് പല ഇമോജിയൊക്കെ സെലക്ട് ചെയ്തിട്ട് കണ്ടോ അതിൻ്റെ സൈസ് മാറുന്നുണ്ടല്ലേ? ഇതുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൂളായിട്ട് അടിപൊളി സ്റ്റോറീസൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായി മറക്കാതെ എല്ലാം ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ ടിപ്സും ട്രിക്സൊക്കെ വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പം പിന്നെ വേറൊരു കാര്യമാണ് പറയാനുള്ളത്. നമ്മുടെ ചാനലിൽ ഒരു ചെറിയൊരു PUBG ടൂർണമെൻറ്റ് നടത്താൻ പോകുന്നുണ്ട്. അപ്പം അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് മിക്കവാറും അടുത്ത ആഴ്ച തൊട്ട് തുടങ്ങുമായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.